മ്യാൻമാറിൽ ഭൂകമ്പ രക്ഷാപ്രവർത്തനം തുടരുന്നു. തകർന്നു വീണ സ്കൂൾ കെട്ടിടത്തിൽ കുടുങ്ങിയവരെ ജീവനോടെ പുറത്തെത്തിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. സാംഗൈങ് മേഖലയിൽ നിന്നാണ് കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയത്. ഭൂകമ്പത്തിൽ 1700-ലേറെ പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ഇന്നലെയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഇപ്പോഴും പ്രതീക്ഷയുടെ കണം ബാക്കിയുണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ജീവനുണ്ട് എന്ന പ്രതീക്ഷയിലാണോ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, കാണാതായവരെ സംബന്ധിച്ചുള്ള ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാണാതായവർ ഒരുപാടുണ്ട്. അതിന്റെ കണക്കുകൾ കൃത്യമായി പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി കാണാതായവരുടെ എല്ലാം തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയും ഇന്നലെയും എല്ലാമായി പലരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഗുരുതരമായ പരിക്കുള്ളവരും അതുപോലെ തന്നെ നിസ്സാര പരിക്കുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. എങ്കിൽ കൂടി ജീവനോടെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സ്കൂൾ കെട്ടിടത്തിലും മറ്റും കുടുങ്ങിക്കിടന്ന പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവവികാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ മ്യാൻമാർ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 1800-ലേറെ പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധി വീടുകളും അതുപോലെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ തകർന്ന് പോവുകയും ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് മ്യാൻമാറിലുള്ളത്. മ്യാൻമാറിനാണ് ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഈ ഭൂകമ്പം ബാധിച്ചത്. ബാങ്കോക്കിലും ഇതിന്റെ ചില അലയൊലികൾ ഉണ്ടായി എങ്കിൽ കൂടി അത് അവിടെയും മരണസംഖ്യ 100-ലൊക്കെ ഏറെ ഉണ്ട് എങ്കിൽ കൂടി വൻതോതിൽ മരണസംഖ്യ ഉണ്ടായിരിക്കുന്നത് മ്യാൻമാറിലാണ്. 1500-ലേറെയൊക്കെ മരണസംഖ്യ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് 1700-അടുത്തേക്ക് എത്തുകയാണ്. മ്യാൻമാറിലെ മാത്രം 1800-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് നമുക്ക് നൽകാനുള്ളത്. ഇത്തരത്തിൽ തുടർച്ചയായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ പൂർണ്ണമായും ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മരിച്ച് ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്നു എന്ന പ്രതീക്ഷ വളരെ കൃത്യമായ പ്രതീക്ഷ തന്നെയാണ് എന്ന് രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യാന്തര തലത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ് മ്യാൻമാറിൽ. ഭാരതത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരായ NDRF സംഘം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെയും അതുപോലെ ദുരന്ത പ്രതിരോധ സാഹചര്യങ്ങൾ, അതായത് ദുരന്ത നിവാരണ സാമഗ്രികളുമായുള്ള വിമാനങ്ങൾ തന്നെ 3 വിമാനങ്ങൾ ഭാരതത്തിൽ നിന്ന് എത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്നും INS സത്പുര, INS സാവിത്രി എന്നീ 2 കപ്പലുകൾ, അതായത് പടക്കപ്പലുകൾ തന്നെ സുരക്ഷിതമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതിന് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഭാരതത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. നാളെ പുലർച്ചെയോടെ ഇവ മ്യാൻമാറിന്റെ അതിർത്തികളിൽ എത്തുമെന്നാണ്, സമുദ്ര തീരങ്ങളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷാ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയോടെ ജീവനോടെ ചിലരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു എന്നതും ഏറെ പ്രയോജനകരമായ അല്ലെങ്കിൽ ഗുണകരമായ ഒരു കാര്യമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണരാജ്. മ്യാൻമാറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ജീവനുകൾ ബാക്കിയുണ്ടെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ. വിവരം നൽകുകയായിരുന്നു ഐസൻ ജോസ്.